എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്കേവർക്കും അറിയാം. ഇന്ന് മഹാശിവരാത്രി. ശിവരാത്രി വ്രതം എങ്ങനെയാണ് എടുക്കേണ്ടതെന്നും എന്തെല്ലാം ആചാര അനുഷ്ഠാനങ്ങളാണ് നാം ചെയ്യേണ്ടതെന്നും നമുക്കേവർക്കും വ്യക്തമായ ധാരണയുണ്ടാകും. എങ്കിലും ചില തെറ്റിദ്ധാരണകൾ നമ്മുടെ ഇടയിലുണ്ട്. ശിവഭഗവാന് വേണ്ടിയാണോ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടത്? ശിവരാത്രിയിൽ ഉറങ്ങിയാൽ പ്രശ്നമുണ്ടോ? ഇങ്ങനെ കുറേയധികം തെറ്റിദ്ധാരണകൾ നമ്മുടെ ഇടയിലുണ്ട്. അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ശിവരാത്രി വ്രതത്തിന്റെ കഥ നമുക്ക് ഏവർക്കും അറിയാം. പാലാഴി മഥനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ശിവരാത്രി വ്രതത്തിന്റെ മഹാത്മ്യ കഥ വർണ്ണിക്കുന്നത്. എന്നാൽ അതിലുപരി ശിവരാത്രി നമ്മളെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നൊന്ന് ചിന്തിക്കാം. ശിവം എന്ന പദത്തിന്റെ തന്നെ അർത്ഥം മംഗളം എന്നാണ്. ആർക്കാണ് മംഗളം ഉണ്ടാകുന്നത്? ശിവഭഗവാനല്ല, മറിച്ച് നമുക്കാണ്. ശിവരാത്രി വ്രതം ആചരിച്ചാൽ നമുക്ക് എങ്ങനെയാണ് മംഗളം ഉണ്ടാകുന്നത്? അതിനാണ് ശിവരാത്രിയുടെ വ്രതാനുഷ്ഠാനങ്ങളെ പറ്റിയിട്ട്, ആചാരാനുഷ്ഠാനങ്ങളെ പറ്റിയിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത്. അതായത് എങ്ങനെയാണ് ഒരു മനുഷ്യന് മംഗളം ഉണ്ടാകുന്നത്, ശ്രേയസ് ഉണ്ടാകുന്നത്, ഐശ്വര്യം ഉണ്ടാകുന്നത് എന്ന് ചിന്തിച്ചാൽ അവനവന്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുമ്പോഴാണ് അവന് ശ്രേയസ്സും മംഗളവും ഐശ്വര്യവും ഒക്കെ തന്നെ ഉണ്ടാകുന്നത്. നമുക്ക് ഏവർക്കും ചിന്തിക്കാം, ഉറങ്ങുന്ന സമയത്ത് നമുക്ക് എന്തെന്നില്ലാത്ത ഒരു ആശ്വാസമാണ്, ഒരു സമാധാനമാണ്, ഒരു സന്തോഷമാണ്. കാരണം ഉറങ്ങുന്ന സമയത്ത് എൻ്റെ ഇന്ദ്രിയങ്ങളെ ഒക്കെ തന്നെ ഞാൻ നിയന്ത്രിച്ചിരിക്കുകയാണ്. അതായത് ഇന്ദ്രിയ നിയന്ത്രണത്തിലൂടെയാണ് നമുക്ക് മംഗളം ഉണ്ടാകുന്നത്. അതെങ്ങനെ പാലാഴി മഥനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അതായത് അതിലേക്ക് നമുക്കൊന്ന് ചിന്തിക്കാം. 5 തലയുള്ള വാസുകിയാണ് കടക്കോലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. 5 തലയുള്ള വാസുകി. ഈ വാസുകിയെ നമുക്ക് ഒരു മനുഷ്യനിലുള്ള 5 ഇന്ദ്രിയങ്ങളുമായിട്ട് ഉപമിക്കാം. അതായത് ഒരു മനുഷ്യന്റെ 5 ഇന്ദ്രിയങ്ങളാണ് അവന്റെ മംഗളത്തെ തടയുന്നത്. അവന് ലഭിക്കേണ്ട മംഗളങ്ങളെ ഒക്കെ തന്നെ ഇല്ലാതെയാക്കുന്നത് ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങളാണ്. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി തുടങ്ങിയിട്ടുള്ള 5 ഇന്ദ്രിയങ്ങൾ. ഈ 5 ഇന്ദ്രിയങ്ങളെ പ്രതിനിധീകരിക്കാൻ വേണ്ടിയിട്ട് വാസുകി എന്ന സർപ്പത്തെ ഉപയോഗിച്ചു. അതിലൊക്കെ തന്നെയും ഏറ്റവും പ്രശ്നക്കാരൻ നാക്കാണ്. നാക്കിനെ ജ്ഞാനേന്ദ്രിയത്തിന്റെ കൂട്ടത്തിലും കർമ്മേന്ദ്രിയത്തിന്റെ കൂട്ടത്തിലും ഉൾപ്പെടുത്തുന്നുണ്ട്. അതുമാത്രമല്ല, മറ്റു ഇന്ദ്രിയങ്ങളൊക്കെ തന്നെ തുറന്നിരിക്കുമ്പോഴും നാക്ക് എന്ന ഇന്ദ്രിയത്തെ നമ്മൾ അടക്കി വെച്ചിരിക്കുകയാണ്. ഉറപ്പുള്ള പല്ലുകൊണ്ടും ചുണ്ടുകൊണ്ടും നാക്ക് എന്ന ഇന്ദ്രിയത്തെ നമ്മൾ വായിനുള്ളിൽ പൂട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നാക്ക് തന്നെയാണ് പ്രശ്നക്കാരൻ. അപ്പൊ 5 തലയുള്ള വാസുകി എന്ന പാമ്പ് പഞ്ച ഇന്ദ്രിയങ്ങളെ സൂചിപ്പിക്കുന്നു. എന്നാൽ ഈ വാസുകിക്ക് ഒരു ഉടൽ മാത്രമാണുള്ളത്, അതായത് മനസ്സിനെ സൂചിപ്പിക്കുന്നു. 5 ഇന്ദ്രിയങ്ങളൊക്കെ തന്നെ മനസ്സിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. കണ്ണുകൊണ്ട് കാണുന്ന ഒരു വസ്തുവിനെ നമ്മൾ മനസ്സുമായിട്ട് കണക്ട് ചെയ്യുന്നു. ചെവിയിലൂടെ കേൾക്കുന്ന ഒരു ശബ്ദത്തെ നമ്മൾ മനസ്സിനോട് കണക്ട് ചെയ്യുന്നു. നാക്കിലൂടെ അനുഭവിക്കുന്ന രുചിയെ നമ്മൾ മനസ്സിനോട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ 5 തലയുള്ള വാസുകിയെ, പഞ്ചേന്ദ്രിയങ്ങളെ ഒറ്റ ഉടലോട് കൂടിയിട്ട്, മനസ്സിനോട് കൂടിയിട്ട് കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി അവിടെ മന്ധര പർവ്വതത്തെ ഉപയോഗിച്ചാണ് കടയാൻ ഉപയോഗിക്കുന്നത്. അതായത് മന്ധര പർവ്വതം എന്ന് സൂചിപ്പിക്കുന്നത് ബുദ്ധിയെയാണ്. അടുത്തത് പാലാഴി. ഒരു ജീവിതമാകുമ്പോൾ അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും, സന്തോഷങ്ങൾ ഉണ്ടാകും, സങ്കടങ്ങൾ ഉണ്ടാകും. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ചുഴികളെയും കുന്നുകളെയും മലകളെയും ഒക്കെ, സന്തോഷങ്ങളെയും സമാധാനങ്ങളെയും ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ഒക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് സാഗരത്തോട് കൂടിയിട്ട്, പാലാഴിയോട് കൂടിയിട്ട് ഉപമിച്ചിരിക്കുകയാണ്. അതിലേക്ക് ആദ്യം നിറച്ചത് ഔഷധങ്ങളാണ്. എന്തിനു വേണ്ടിയിട്ട്?
ഔഷധമെന്നാൽ സത്ചിന്തകളെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ തന്നെ നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ അതിന് സത്ചിന്തകളാണ് ആദ്യം ഉണ്ടാകേണ്ടത്. അതിനു വേണ്ടിയിട്ട് ബുദ്ധിയെ ഉയർത്തേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ആ ബുദ്ധിയെ ഉയർത്തുവാൻ വേണ്ടിയിട്ട്, അമൃത് ലഭിക്കുവാൻ വേണ്ടിയിട്ട്, ജ്ഞാനം ലഭിക്കുവാൻ വേണ്ടിയിട്ട്, അമരത്വം ലഭിക്കാൻ വേണ്ടിയിട്ട് ആ ബുദ്ധിയെ ഉയർത്തുമ്പോൾ അതിൻ്റെ രണ്ടറ്റത്തും നിൽക്കുന്നത് ദേവന്മാരും അസുരന്മാരുമാണ്. അതായത് ഒരു വശത്ത് മമതയും ഒരു വശത്ത് മമതാരഹിതമായിട്ടുള്ള പ്രവൃത്തികളും. അങ്ങനെ ഇത് രണ്ടും കൂടി ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ കടഞ്ഞെടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഉയർന്നു വരുന്ന ജ്ഞാനമാണ്, അമൃതാണ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ ഈ പഞ്ച ഇന്ദ്രിയങ്ങളെ നാം ആദ്യം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഇന്ദ്രിയ വിഷയങ്ങളാണ് അതിൽ നിന്ന് ആദ്യം ഉയർന്നു വരിക. ആ ഇന്ദ്രിയ വിഷയങ്ങളെയാണ് കാളകൂട വിഷത്തോട് കൂടിയിട്ട് ഉപമിക്കുന്നത്. എൻ്റെ 5 ജ്ഞാനേന്ദ്രിയങ്ങളെ ഞാൻ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ എന്നിലുള്ള നെഗറ്റീവ്സ് ആണ് ആദ്യം പുറത്തേക്ക് വരുന്നത്. എന്നിലുള്ള മനോമാലിന്യങ്ങളാണ് ആദ്യം പുറത്തേക്ക് വരുന്നത്. അതാണ് കാളകൂട വിഷം. ആ നെഗറ്റീവ് ചിന്തകളെ അല്ലെങ്കിൽ എന്നിലുള്ള ഇന്ദ്രിയ മനോമാലിന്യങ്ങളൊക്കെ തന്നെ ഞാൻ ഈശ്വരാർപ്പണമായിട്ട് ഈശ്വരനോട് ചേർത്ത്, ശിവനോട് ചേർത്ത് വെക്കുമ്പോൾ എനിക്കവിടെ അമരത്വമാണ് ലഭിക്കുന്നത്. ഇപ്പോൾ കാളകൂട വിഷത്തെ ഭഗവാൻ സേവിച്ചു എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന എല്ലാ നെഗറ്റീവ് ചിന്തകളെയും നമ്മൾ ഈശ്വരാർപ്പണമായി ശിവനോടുകൂടി ചേർത്ത് വെക്കുക. അങ്ങനെ ചേർത്ത് വെക്കുന്ന സമയത്ത് ഞാൻ ആരാണെന്നും ഞാൻ അനുഭവിക്കേണ്ടത് എന്താണെന്നും ഞാൻ സ്വയം ശിവനായി തന്നെ മാറും. അപ്പോൾ ശിവരാത്രി ദിനത്തിൽ ശിവനെ മനസ്സിലാക്കിക്കൊണ്ട് നാം ശിവരാത്രി വ്രതം ആചരിക്കുക, അനുഷ്ഠിക്കുക. ഇതിനു വേണ്ടിയിട്ടാണ് ഉറക്കമൊഴിയണമെന്ന് പറയുന്നത്. എല്ലാ ദിവസവും നാം കിടന്നുറങ്ങാറില്ലേ? ഒരു ദിവസമെങ്കിലും നാം ഭഗവാന് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ട് ഈശ്വരീയ നാമം ജപിച്ചുകൊണ്ട് ഉറക്കം ഒഴിച്ചുകൊണ്ട് ഭഗവാനോട് ലയിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. സ്വയം ഈശ്വരനായി മാറാൻ നാം ശ്രമിക്കുക. അതിനു വേണ്ടിയിട്ടുള്ള ആചാരമാണ് ഉറക്കമൊഴിക്കുക എന്നുള്ളത്. ഒരിക്കൽ ഊണ് എന്നും പറഞ്ഞു കേൾക്കാറുണ്ട്. അതായത് അമിതമായി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രിയ സുഖമാണത്. നമുക്ക് ഉറക്കം അനുഭവപ്പെടും, നമുക്ക് മടുപ്പ് അനുഭവപ്പെടും, ശാരീരിക അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെടും. അതുകൊണ്ട് അതിനെയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശരീരത്തെ എപ്പോഴും ഊർജ്ജസ്വലമായി നിർത്തുവാൻ വേണ്ടിയിട്ട് ഫലമൂലാദികൾ വേണം കഴിക്കാൻ, ആഹരിക്കേണ്ടതെന്നും പറയുന്നുണ്ട്. അങ്ങനെ ഈ വ്രതം നമ്മളെ ശുദ്ധികലശം ചെയ്യാനുള്ളതാണ്. എൻ്റെ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ ശുദ്ധമാക്കി ഞാൻ സ്വയം ശിവനായി മാറാനുള്ള അവസരമാണ്. ഈ അവസരത്തെ എല്ലാ സജ്ജനങ്ങളും പ്രയോജനപ്പെടുത്തുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ശിവരാത്രി മഹാത്മ്യം അവസാനിപ്പിക്കുന്നു. നമസ്കാരം.